ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് സത്യഭാമയുടെ വീടാണ്. രോഹിത് ശ്യാമയ്ക്ക് കഞ്ഞി കൊടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിച്ചി എന്ന് പറഞ്ഞുകൊണ്ട് കഞ്ഞി തട്ടി മാറ്റുകയാണ് ശ്യാമ. അതേസമയം പൊന്നി ശ്യാമയുടെ അടുത്തേക്ക് വരികയാണ്. രോഹിത്തെ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ കഞ്ഞിയൊന്നും കുടിക്കുന്നില്ലെന്ന് രോഹിത് പറയുന്നു. ഇത് കേൾക്കുന്ന പൊന്നി പറയുകയാണ്, ഞാനും സത്യാമ്മയും മാറി മാറി കൊടുക്കാൻ നോക്കിയതാ. ശ്യാമക്കുഞ്ഞ് ഒരു തരി പോലും കുടിച്ചിട്ടില്ല. കൂടാതെ പപ്പി അവിടെ നിന്ന് അമ്മയെ കാണണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയാണ്. രോഹിത് എന്തേലും പറഞ്ഞൊന്ന് സമാധാനിപ്പിക്കാൻ പൊന്നി പറയുമ്പോൾ പപ്പിയുടെ അടുത്തേക്ക് പോവുകയാണ് രോഹിത്. അതിനുശേഷം രോഹിത് പപ്പിയെ കൊണ്ടുവരുന്നു. അമ്മ എന്നോട് പിണക്കമായത് കൊണ്ടാണോ അച്ഛാ എന്നോട് മിണ്ടാത്തത്? അങ്ങനെയൊന്നുമല്ല മോളെ, അമ്മയ്ക്ക് വയ്യാത്തത് കൊണ്ടാ. അമ്മ ആകെ ഒരാളുടെ പേര് മാത്രമേ പറയുന്നുള്ളൂ, അമ്മയുടെ കുഞ്ഞേച്ചിയുടെ. അല്ലച്ചാ, കുഞ്ഞേച്ചിയെ കണ്ടാലപ്പോ അമ്മയുടെ അസുഖം മാറുമോ എന്ന് പപ്പി ചോദിക്കുമ്പോൾ മാറുമെന്നും പക്ഷേ കുഞ്ഞേച്ചി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ സത്യാമ്മ സമ്മതിക്കില്ലെന്നും രോഹിത് പറയുമ്പോൾ എങ്കിൽ നമുക്ക് കുഞ്ഞേച്ചിയുടെ അടുത്തേക്ക് അമ്മയെ കൊണ്ടുപോകാമെന്ന് പപ്പി പറയുന്നു. ഇത് കേട്ടുകൊണ്ടുവരുന്ന ഭാമ പപ്പിയോട് ദേഷ്യപ്പെട്ട് പുറത്തിറങ്ങിപ്പോകാൻ പറയുകയാണ്. രോഹിത്തെ, കുട്ടികളായാലേ അല്പമെങ്കിലും വിവരം വേണം, നീ അതിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കാൻ പറഞ്ഞുകൊണ്ട് ഭാമ പുറത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് പിള്ളച്ചേട്ടനെയും രാഘവൻ നായരെയുമാണ്. ഈ വീട്ടിലെ ദോഷങ്ങളുടെ എല്ലാം കാരണം എന്താണെന്ന് രാഘവൻ സാറിന് അറിയില്ലേ? സുമംഗലിയുടെ കണ്ണീരല്ലേ ഇവിടെ വീണിരിക്കുന്നത്. അതിനൊക്കെ ഞാനിപ്പോ എന്ത് ചെയ്യണമെന്നാ താനീ പറയുന്നതെന്ന് രാഘവൻ നായർ ചോദിക്കുമ്പോൾ സമസ്ത അപരാധങ്ങളും ഏറ്റുപറഞ്ഞ് ഭിക്ഷ എടുക്കണമെന്ന് പിള്ളച്ചേട്ടൻ പറയുന്നു. ഭദ്രകാളി ദേവിയുടെ മുന്നിൽ പോയി അപരാധങ്ങൾ ഏറ്റുപറയുന്നതാകും ഏറ്റവും കൂടുതൽ നല്ലത്. എന്നിട്ട് ഭിക്ഷ കിട്ടുന്ന പണം കൊണ്ട് ഭണ്ഡാരത്തിലിടുകയും വേണം. ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് പാപ്പി. തുടർന്ന് രാഘവൻ നായർ പറയുകയാണ്, എടോ പിള്ളേ, അതൊക്കെ പണ്ടായിരുന്നു. ശ്യാമയുടെ രോഗം മാറ്റാൻ ഇപ്പോൾ ഇവിടെ ചികിത്സയും മരുന്നുമൊക്കെ ഉണ്ട്. അങ്ങനെ പിള്ളച്ചേട്ടനും രാഘവൻ നായരും അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ പപ്പി പറയുകയാണ്, കാളിക്ഷേത്രത്തിൽ പ്രാർത്ഥിച്ച് പിച്ച എടുക്കണം. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് കാളിക്ഷേത്രത്തിൽ ചെന്ന് പ്രാർത്ഥിക്കുന്ന പപ്പിയെയാണ്. കാളിയമ്മേ, എനിക്ക് എൻ്റെ അമ്മയെ തിരിച്ചു വേണം. അമ്മയുടെ കുഞ്ഞേച്ചി വന്നാൽ മാത്രമേ അമ്മയ്ക്ക് സുഖപ്പെടുകയുള്ളൂ എന്നാ പറയുന്നത്. എനിക്കമ്മയെ ഒരുപാട് ഇഷ്ടമാ കാളിയമ്മേ. എൻ്റെ അമ്മയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. അമ്മയുടെ കുഞ്ഞേച്ചിയെ എങ്ങനെയെങ്കിലും വീട്ടിലേക്ക് കൊണ്ടുവരണേ കാളിയമ്മേ. അതിനുവേണ്ടി സത്യമ്മ സമ്മതിക്കണേ എന്നൊക്കെ പ്രാർത്ഥിക്കുകയാണ് പപ്പി. അങ്ങനെ പ്രാർത്ഥിച്ചതിന് ശേഷം റോഡിൽ ഭിക്ഷയെടുക്കുന്ന പപ്പിയെയാണ് കാണിക്കുന്നത്. പപ്പി ഓരോരുത്തരുടെ അടുത്തുനിന്നായിട്ട് ഭിക്ഷ വാങ്ങി അവസാനം ഒരു ഓട്ടോക്കാരൻ്റെ അടുത്തെത്തുമ്പോൾ അയാള് ഒന്നുമില്ലെന്ന് പറയുന്നുണ്ടെങ്കിലും വീണ്ടും പപ്പി കൈനീട്ടുമ്പോൾ പപ്പിയെ തള്ളിയിടുകയാണ് അയാള്. ഇത് കാണുന്ന സരോജ മെമ്പർ പെട്ടെന്ന് അങ്ങോട്ടേക്ക് വന്ന് പപ്പിയെ എഴുന്നേൽപ്പിക്കുകയാണ്. അതിനുശേഷം ആ ഓട്ടോക്കാരൻ്റെ നേരെ ദേഷ്യപ്പെടുകയാണ് സരോജ മെമ്പർ. നമ്മളും ഇതുപോലെ ഓരോരുത്തരുടെ മുമ്പിൽ കൈനീട്ടിയാണ് ജീവിക്കുന്നതെന്ന് താനെന്താടോ മറന്നുപോയോ? തൻ്റെ ഓരോ കാര്യങ്ങൾക്കും ഞങ്ങളെല്ലാവരും ഇറങ്ങാറുള്ളതല്ലേ. ഒന്നെങ്കിൽ ഈ കൊച്ചിന് എന്തെങ്കിലും കൊടുക്കാനുണ്ടെങ്കിൽ കൊടുക്കണം, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറഞ്ഞു വേണം വിടാൻ, അല്ലാതെ കയ്യാങ്കളിയല്ല ചെയ്യേണ്ടത്. തുടർന്ന് സരോജത്തിനോട് ക്ഷമ പറയുകയാണ് ആ ഓട്ടോക്കാരൻ. അതിനുശേഷം സരോജം പപ്പിയോട് പേരെന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ തലകുനിച്ച് നിൽക്കുകയാണ് പപ്പി. പപ്പിയുടെ സ്കൂളിലെ ID കാർഡ് കാണുന്ന സരോജം, പേരെന്താ മോളുടെ? പത്മിനി എന്നാണോ? ഈ എസ് മാറും അത് എൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും പേരാ, ശ്യാമയും രോഹിത്തും. ഇത് കേൾക്കുന്ന സരോജ മെമ്പർ ചോദിക്കുകയാണ്, മോളുടെ അച്ഛമ്മയുടെ പേരെന്താ? എൻ്റെ അച്ഛമ്മയുടെ പേരാ എനിക്കിട്ടിരിക്കുന്നത് പത്മിനി. മോള് ഞങ്ങളുടെ പപ്പിയേച്ചിയുടെ മോളാണോ എന്ന് ചോദിച്ചുകൊണ്ട് പപ്പിയെ കെട്ടിപ്പിടിക്കുകയാണ് സരോജം. അല്ല മോളെ, മോള് സത്യാമ്മയുടെ കൊച്ചുമോളല്ലേ, പിന്നെ മോൾക്ക് എങ്ങനെ ഈ അവസ്ഥ വന്നത്? തുടർന്ന് ശ്യാമയ്ക്ക് അപകടം ഉണ്ടായപ്പോൾ മുതലുള്ള എല്ലാ കാര്യങ്ങളും സരോജത്തിനോട് പറയുകയാണ് പപ്പി. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.